അപ്പോൾ അഗ്നസ് മോളെ വളരെയേറെ സന്തോഷമുള്ള കാര്യം മോള് അക്കാദമിക് ലെവലിൽ മാത്രമല്ല മോൾ മറ്റു അതായത് ഇപ്പോൾ നവദേശൻ്റെ ജി കെ ക്വിസ് മത്സരത്തിൽ മോൾക്ക് ഫസ്റ്റ് ലഭിച്ചു. അതോടൊപ്പം തന്നെ വേദോച്ച ക്ലാസ്സിൽ മോൾ ഫസ്റ്റാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മോള് ഫസ്റ്റായിട്ട് നിൽക്കാൻ കാരണം മോളുടെ മാതാപിതാക്കളുടെ പ്രചോദനം മാത്രമല്ലെന്നും അറിയാം. ഇടവക വികാരിയും അധ്യാപകരൊക്കെ മോളെ എപ്രകാരമാണ് സഹായിച്ചിട്ടുള്ളത്? നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ പാഠങ്ങളും. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആവശ്യമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തോട് നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പരമാവധി മുടക്കം വരുത്താതെ കാറ്റഗിസം ക്ലാസ്സിൽ പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു നടത്തുന്ന പരീക്ഷകളിലൊക്കെ അറ്റൻഡ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ അധ്യാപകരും, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ അധ്യാപകരും വളരെ സപ്പോർട്ടീവും കുട്ടിക്കാലം തൊട്ടേ അറ്റാച്ച്ഡും ആയിട്ടുള്ള വ്യക്തികളാണ്. ഞാനുമായിട്ട് ഏറെ അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളാണ്. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഗുരുനാഥന്മാരാണ് എല്ലാവരും. ടീച്ചേഴ്സ് ആയാലും ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളിലും കൂട്ടി നിന്നിട്ടുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ. അതുപോലെ തന്നെ ഇപ്പോൾ കാറ്റഗിസം സ്കോളർഷിപ്പ് എക്സാം ആയാലും എന്ത് തരം മത്സരങ്ങൾ നടന്നാലും ഞങ്ങളെ കൂടെ കൊണ്ടു നടന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട പരിശീലനമൊക്കെ തന്ന് കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടീച്ചർമാർക്കും വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫിൽ വളരെയധികം അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവക വികാരിയായ ഫാദർ മൈക്കിൾ ഡിക്രൂസിനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് ആയതുകൊണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ദിവസവും പോയി തുടങ്ങാമെന്നുള്ള തീരുമാനത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ അച്ഛനാണ് എന്നെ കൂടുതൽ ചേർത്ത് നിർത്തിയത്. എല്ലാ ദിവസവും വരാനൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചതും പ്രചോദനം നൽകിയതും ഒക്കെ അച്ഛനാണ്. അച്ഛൻ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലൂടെയും എല്ലാവരെയും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയിലെ സിസ്റ്റേഴ്സ് ആയാലും വളരെയധികം സപ്പോർട്ടാണ്. ജൂലി സിസ്റ്റർ, പേളി സിസ്റ്റർ, ACI ഫാമിലി, മറ്റ് സിസ്റ്റേഴ്സൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ്. അപ്പോൾ അതായത് മതബോധനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും എൻ്റെ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ ആത്മീയമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രചോദനവും സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവരോട് എന്നെ ഹൃദയപൂർവ്വമായി നന്ദി അർപ്പിക്കുകയാണ്. അഗ്നസ് മോളെ വളരെ സന്തോഷമുണ്ട് മോൾക്ക് ഈ വിജയം ലഭിച്ചതിന്. ഒപ്പം ദൈവവചനം മോൾ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടിയാണ്. അതിൻ്റെ പേരിലാണ് നമുക്ക് വലിയ സമ്മാനം ലഭിച്ചത് അല്ലേ. വിശുദ്ധ നാട് തീർത്ഥാടനത്തിന് വേണ്ടി പോകാൻ സാധിച്ചതുപോലെ മോൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ട് ഇപ്പോൾ മനസ്സിൽ വരുന്ന കുറച്ച് ദൈവവചനം പറയാൻ പറ്റും? നിന്റെ ദൈവം കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഏശയ്യ 41:13. നിന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. ലൂക്ക 6:36. ശത്രുക്കളെ സ്നേഹിക്കുവിൻ. മത്തായി 5:44. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ 10:10. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23:1. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ 10:10. ശത്രുക്കളെ സ്നേഹിക്കുവിൻ. മത്തായി 5:44. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. നിന്റെ ദൈവം കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഏശയ്യ 41:13. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35.
അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ.